മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവിന് വേണ്ടി ഓടയുടെ അലൈൻമെന്റ് മാറ്റിയെന്ന ആരോപണമുയർന്ന പത്തനംതിട്ട ഏഴംകുളം കൈപ്പട്ടൂർ റോഡിലെ തർക്കത്തിൽ അടൂർ എംഎൽഎ നടത്തിയ ചർച്ചയിൽ ധാരണയായില്ല. അലൈൻമെന്റ് മാറ്റാതെ നിർമ്മാണം നടത്താൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ പഞ്ചായത്ത് ഉറച്ചു നിൽക്കുകയായിരുന്നു. ഓടയുടെ നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചു. മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫിന്റെ കെട്ടിടത്തിനായി ഓടയുടെ അലൈൻമെന്റ് മാറ്റിയെന്നാരോപിച്ച് കോൺഗ്രസും പഞ്ചായത്ത് പ്രസിഡന്റും ഏഴംകുളം കൈപ്പട്ടൂർ റോഡിന്റെ ഓട നിർമ്മാണം തടഞ്ഞിരുന്നു. സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശ്രീധരൻ പ്രവൃത്തി നേരിട്ടെത്തി തടഞ്ഞതോടെ സിപിഐഎം ജില്ലാ നേതൃത്വവും പ്രതിസന്ധിയിലായി. ഇതോടെയാണ് ഡെപ്യൂട്ടി സ്പീക്കർ കൂടിയായ അടൂർ എംഎൽഎ ചിറ്റയം ഗോപകുമാർ ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗം വിളിച്ചത്. അലൈൻമെന്റ് മുൻ നിശ്ചയിച്ചതാണെന്നും അത് മാറ്റാനാകില്ലെന്നും റോഡിന്റെ നിർമ്മാണ ചുമതലയുള്ള KRFB അധികൃതർ അറിയിച്ചു. എന്നാൽ അലൈൻമെന്റ് മാറ്റാതെ ഓട നിർമ്മാണം നടത്താൻ കഴിയില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റും നിലപാടെടുത്തു. ഇതോടെ ആ പ്രദേശത്തെ പ്രവൃത്തി താത്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചു. ഈ വിഷയം PWD മിനിസ്റ്റർ ശ്രദ്ധയിൽപ്പെടുത്തി നാളെ നിയമസഭ ആരംഭിക്കുകയാണ്. ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അടിയന്തരമായിട്ട് ഇതെങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്നതിനെ സംബന്ധിച്ച് ഗവൺമെൻറ്റുമായി ആലോചിച്ച് തീരുമാനമെടുക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള ഒരു ധാരണ. നാളെ മന്ത്രി PA മുഹമ്മദ് റിയാസിനെ നേരിൽ കണ്ട് പ്രശ്നത്തെക്കുറിച്ച് ചർച്ച നടത്തുമെന്ന് ചിറ്റയം ഗോപകുമാർ അറിയിച്ചു. 24 പത്തനംതിട്ട.